ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ? അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കാം കേട്ടോ. സ്പൈറൽ വരച്ചതിന് ശേഷം അതിന് ചുറ്റിലും ഈ ഷേപ്പിലുള്ള പെറ്റൽസ് അങ്ങനെ ഈ ഒരു ഫ്ലവറിനെ ടച്ച് ചെയ്തിട്ട് തന്നെ അതിന്റെ മേലെ 2 ഫ്ലവേഴ്സും കൂടെ വരച്ചു കൊടുക്കാം. ഇനി ആ ഫ്ലവറിന്റെ ഔട്ട്ലൈൻ ഒക്കെ ഇതേപോലെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ ബോൾഡ് ചെയ്തിട്ടുള്ള ലൈൻസിന്റെ മേലൊക്കെ ആയിട്ട് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ അതിന്റെ എല്ലാ സൈഡിലും വരച്ചു കൊടുക്കും. വീണ്ടും നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള റോസ് ഫ്ലവർ വരച്ചിട്ട് ആ ഒരു ഡിസൈനിന് ഈ ഒരു തം ഫിംഗർക്ക് കൊണ്ടുപോകാം. അതിനുശേഷം ആ ഫ്ലവറിന് മേലായിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചിട്ട് അതിന്റെ സൈഡിലെ മേലായിട്ട് ഇതേപോലെയുള്ള ലീഫ് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ ഇല്ല, അതിന്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിലൊക്കെ ഇതേപോലെയുള്ള ലീഫ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെയുള്ള 4 ലൈൻസ് വരച്ചിട്ട് അതിന്റെ സെന്ററത്തെ ലൈന് ബോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും മേലത്തെ ലൈനിന് ഹംസ് വരച്ചു കൊടുക്കുക. ഹംസിന്റെ മേലായിട്ട് സ്പൈറൽ വരച്ചിട്ട് അതിന്റെ മേലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചിട്ട് അതിന്റെ മേലെ വീണ്ടും 2 സ്പൈറൽ വരച്ചു കൊടുക്കുക കേട്ടോ. ആ സ്പൈറലിന്റെ സെന്റർ ഭാഗം നോക്കിയിട്ട് ഇതേപോലെ ലീഫ് വരച്ചു കൊടുക്കുക. നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറിന് ചുറ്റിൽ ഇതേപോലെ കുറച്ച് ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അതിന്റെ മേൽഭാഗത്ത് ഇതേപോലെ 4 ലൈൻസ് വരച്ചിട്ട് സെന്ററത്തെ ലൈൻ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മേലെ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക. ഇനി അതിന്റെ സൈഡിൽ വരുന്ന ഒരു സ്പേസിൽ 2 സ്പൈറൽ ഇതേപോലെ അടുപ്പിച്ച് വരക്കുക. എന്നിട്ട് ആ 2 സ്പൈറലിന്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ മേലും താഴെയിട്ട് ഇതേപോലെയുള്ള ലീഫ് വരച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ മേലക്ക് കുറച്ച് അധികം സ്പേസ് വിട്ടിട്ട് ഫിംഗർ വരെ വരച്ചു കൊടുക്കും. അപ്പൊ ഇതാണ് കേട്ടോ ഒരു ഡിസൈൻ്റെ ഫൈനലോട്ട് വരുന്നത്. ഇങ്ങനെ ഉണ്ട്, കമന്റ് ആക്കണേ.